ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുഴുവൻ മുസ്ലിങ്ങളും ഭീകരവാദികളാണെന്നോ തീവ്രവാദികളാണെന്നോ രാജ്യവിരുദ്ധരാണെന്നോ ഇസ്ലാം മത രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നോ ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ ആർക്കും അഭിപ്രായപ്പെടാനും പറ്റില്ല. കാരണം രാജ്യസ്നേഹികളായ ദേശീയ മുസ്ലിങ്ങളുണ്ട്, ഈ ദേശത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിങ്ങളുണ്ട്, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയും ജനാധിപത്യവും മതേതര മൂല്യങ്ങളും അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. പക്ഷേ ഈ 100% ഏതാണ്ട് തുച്ഛം ശതമാനം ആളുകൾ, വളരെ തുച്ഛം ആളുകൾ ഇസ്ലാമിക തീവ്രവാദികളാണ്. എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളല്ല, പക്ഷേ പിടിക്കപ്പെട്ട തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല. പിടിക്കപ്പെട്ട ഏതേത് തീവ്രവാദികളെ എടുത്തു നോക്കിയാലും ശരി, അവരൊക്കെ മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനെ അഡ്രസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോ ലഹരിക്കടത്ത് എത്ര നാളുകളായി ഇതിനെ സംബന്ധിച്ച് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതിന് എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് ഒരു പ്രത്യേക മതവിഭാഗം വന്ന് നിൽക്കുന്നത്? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സത്യമാണെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതി. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ആളുകൾ ലഹരിക്കടത്തായിരുന്നാലും, കള്ളമാണെങ്കിലും, കഞ്ചാവാണെങ്കിലും, ഇനി അതല്ല നാർക്കോട്ടിക് ആണെങ്കിലും, കൊലപാതകമാണെങ്കിലും എല്ലാം. ഇപ്പൊ ഒരു 5 നേരം നമസ്കരിക്കുന്നു എന്ന് നാട്ടുകാരെ അവകാശപ്പെടുന്ന ഒരു യുവാവാണ് 23-കാരനായ അഫാൻ. 6 പേരെയാണ് കൂട്ടക്കുരുതി നടത്തിയത് ചുറ്റികയിട്ട്. ഒരാളെ കൊന്നിട്ടും പക തീരുന്നില്ല, വീണ്ടും ടെററാകുന്നു, അടുത്ത ആളെ കൊല്ലുന്നു, അനിയനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, പ്രണയിച്ച പെണ്ണിനെ കൊല്ലുന്നു, വാപ്പയുടെ അനുജനെയും ഭാര്യയെയും കൊല്ലുന്നു, വാപ്പയുടെ ഉമ്മയെ കൊല്ലുന്നു. എന്തിനു വേണ്ടി? അപ്പോ നമ്മൾ ഇത്തരം അക്രമ സംഭവങ്ങൾ കാണുമ്പോൾ അതിലൊന്നും മതം കൊണ്ടുവരുന്നതല്ല. ഇതിനകത്ത് മതത്തിന്റെ ഫാക്ടർ ഇതിനകത്ത് പലപ്പോഴും വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരാൾ കള്ളു കുടിച്ചാലും, വ്യഭിചരിച്ചാലും, പീഡിപ്പിച്ചാലും, മോഷ്ടിച്ചാലും, കൊന്നാലും, എന്ത് ചെയ്താലും ശരി, തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, അള്ളാഹുവിനോട് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചാൽ, അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. അവര് സകാത്ത് ചെയ്താൽ മതി, ദാനധർമ്മങ്ങൾ ചെയ്താൽ മതി, ആരാധനകളിലേക്ക് അടുത്താൽ മതി, അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ മതി, അള്ളാഹു അതെല്ലാം പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ മൂക്കറുത്തിട്ട് മുഖത്ത് തടവിയാ മതിയോ എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ കഴുത്തറുത്തിട്ട് പുറത്ത് തടവിയാ മതിയോ? അപ്പൊ ഈ ആശയം ലോകത്തിന് അപകടമാണ്. ഈ ആദർശം, ഈ വിശ്വാസം ലോകത്തിന് മുഴുവനും അപകടമാണ്. എന്ത് തെമ്മാടിത്തരം ചെയ്താലും സാരമില്ല, അള്ളാഹു പുറത്തു തരാൻ വേണ്ടി സന്നദ്ധനായിരിക്കുവാണ്. സ്വർഗം ഈസി ആയിട്ട് കിട്ടും, നരകവും ഈസിയാണ്. വളരെ ലളിതമായിട്ടാണ് സ്വർഗവും നരകവും ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. വൈലുലിൽ അഅഖാബി മിനൻ നാർ, നരകത്തിൽ പോകാൻ ഒരു കാരണം. ഒളു എടുക്കുമ്പോൾ കാലിന്റെ മടമ്പുകൾക്ക് വെള്ളം നനഞ്ഞിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലാണ്. വലിച്ചിഴച്ചുകൊണ്ട് വസ്ത്രം വലിച്ചിഴച്ചുകൊണ്ട് അപ്പോഴും നരകമാണ്. കുടുംബബന്ധം ചേർത്താൽ സ്വർഗമാണ്. അള്ളാഹുവിന്റെ 100 പേരുകൾ പഠിച്ചാൽ സ്വർഗമാണ്. ഇങ്ങനെ ഖുർആൻ കാണാതെ പഠിച്ചാൽ സ്വർഗമാണ്. വളരെ ലളിതമായ കാര്യങ്ങൾക്ക് സ്വർഗവും ലളിതമായ കാര്യങ്ങൾക്ക് നരകവും നൽകുന്ന ബാലിശ ചിന്താഗതിക്കാരനായ ഒരു പടച്ചവനെയാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഒരു LKG കുട്ടിയുടെ ബുദ്ധിയോ യുക്തിയോ പോലും ഇല്ലാത്ത രൂപത്തിൽ ഒരു പടച്ചവനെ നമുക്ക് ഖുർആനിൽ കാണാം, ഹദീസുകളിലും കാണാം. അപ്പൊ അക്രമ സംഭവങ്ങളിൽ പിടിക്കപ്പെടുന്നതൊക്കെയും മുസ്ലിം നാമധാരികളാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ നാസർ മദനിയും സമൂഹത്തോട് ചോദിച്ചത്, സമുദായത്തോട് ചോദിച്ചത് ഇതേ ചോദ്യമായിരുന്നു. ദീർഘദൃഷ്ടിയുള്ള മുസ്ലിങ്ങളിലെ മതപുരോഹിതന്മാര് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ശക്തമായി അക്കാലത്ത് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അവർക്കറിയാം, അവർക്ക് ആർക്കും ഇതിനെ നിരാകരിക്കാൻ സാധ്യമല്ല. ഇത് പറയുമ്പോൾ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു, അയ്യോ മുസ്ലിങ്ങളെ പറയുന്നു എന്നൊന്നും പണയല്ലേ, മുസ്ലിങ്ങൾ ചെയ്താൽ മുസ്ലിങ്ങളെ പണയും, മുസ്ലിങ്ങൾ അത് കേൾക്കുകയും വേണം. മറുഭാഗത്തോ എവിടെ നോക്കിയാലും പണ്ടൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ എല്ലാ തെറ്റായ കാര്യങ്ങളിലും, എല്ലാ കുഴപ്പത്തിലും, എല്ലാ പ്രശ്നങ്ങളിലും മുസ്ലിം നാമധാരികൾ. കാസർഗോഡ് അടുത്ത സമയത്ത്
13 വയസ്സുള്ള സൊഫിയ എന്ന ഒരു പെൺകുട്ടിയെ, 13 വയസ്സുള്ള പെൺകുട്ടിയെ വീട്ടിൽ വേലയ്ക്ക് നിർത്തുന്ന കുട്ടിയെ കാണാനില്ല. ആ കുട്ടി എവിടെ പോയി എന്നറിയില്ല. വീട്ടുകാരനോടും വീട്ടുകാരിയോടും ചോദിക്കുമ്പോൾ പറയുന്നത് ആ കുട്ടിയെ ഭിക്ഷക്കാര് തട്ടിക്കൊണ്ടുപോയി എന്നാ പറയുന്നത്. അതേ പ്രായത്തിലും അതിലും ചെറിയ പ്രായത്തിലുള്ള മക്കൾ ആ വീട്ടിലുണ്ട്. അവരെ ഭിക്ഷക്കാര് കൊണ്ടുപോയില്ല. വീട്ടിൽ ജോലിക്ക് നിന്ന കുട്ടിയെ എങ്ങനെ ഭിക്ഷക്കാര് കൊണ്ടുപോയി? അത് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ സമരത്തിനിറങ്ങി. വിനീതനായ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനവും 86 ദിവസം ഞങ്ങളുടെ കുട്ടികൾ അവിടെ നിരാഹാര സമരം നടന്ന് ശക്തമായ സമരം നടത്തി. അവസാനം ആ വീട്ടുകാരൻ തന്നെയാണ് പ്രതി എന്നതിൽ അയാൾ അറസ്റ്റ് ചെയ്തു. അയാൾ എന്താ ചെയ്തത്? കരാറുകാരനായ അയാൾ ആ 13കാരിയായ പെൺകുട്ടിയെ ഗോവയിൽ കൊണ്ടുപോയി തന്റെ കൂട്ടുകാരായ കോൺട്രാക്ടർമാർക്ക് മൊത്തവും ആ പെൺകുട്ടിയെ കാഴ്ചവെച്ചിട്ട് അവസാനം ആ 13 വയസ്സുള്ള പൊന്നുമോളെ നിരവധി ആളുകളുടെ നീണ്ട ബലാത്സംഗത്തിന് ശേഷം ആ പൊന്നുമോളെ കൊല്ലുകയും അവളുടെ ശവശരീരം മയ്യത്ത് 3ആയിട്ട് മുറിച്ച് 3 ചാക്കിനകത്ത് കെട്ടി ഗോവയിൽ ഒരു വലിയ കനാലിന്റെ തീരത്ത് കുഴിച്ചിടുകയും ചെയ്തു. അവസാനം ആ ഗോവയിൽ പോയി ആ പാവപ്പെട്ട പൊന്നുമോളുടെ മയ്യത്തുൾപ്പെടെ പോലീസ് തോണ്ടിയെടുത്ത് കൊണ്ടുവന്നു. അറസ്റ്റ് ചെയ്തത് ഹംസ എന്നു പേരുള്ള മുസ്ലിം സമുദായത്തിലെ പല ഉന്നതമായ പല സംഘടനകളുടെയും സ്ഥാനങ്ങളും ഉത്തരവാദിത്തങ്ങളും വഹിക്കുന്ന ഹംസ എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തു. അയാളുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്തു. ഭാര്യയാണ് 3ആയിട്ട് മുറിക്കുന്നതിന് സഹായിച്ചു കൊടുത്തതും ഈ പെൺകുട്ടിയെ മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നതിന് സഹായിച്ചു കൊടുത്തതും വളരെ ഗൗരവപൂർവ്വം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കേൾക്കുന്നു, തന്റെ പൊന്നുമോളെ നിരവധി പേർക്ക് കാഴ്ചവെക്കുകയും സ്വയം താൻ തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് അവസാനം ആ പൊന്നുമോള് ഗതിയില്ലാതെ വിളിച്ചുകൂവി നാട്ടുകാരുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തതും മുസ്ലിം നാമധാരിയായ പിതാവിനെയാണ്. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു, മദ്രസയിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ, ആ കുഞ്ഞുമോൾ 6 വയസ്സുള്ള പൊന്നുമോള് മദ്രസയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ആ പൊന്നുമോളെ കാണാനില്ല. അവളുടെ മയ്യത്ത് അവളെ തേടി എല്ലാവരും നടന്നപ്പോൾ അവസാനം ഒരു വീടിന്റെ മുന്നിൽ അവളുടെ ഒരു ചെരുപ്പ് കിടക്കുന്നത് കണ്ടു. ആ ചെരുപ്പ് പിടിച്ചുകൊണ്ട് അന്വേഷണം വീട്ടിനകത്ത് അന്വേഷിച്ചു. വീടിന്റെ മട്ടുപ്പാവിൽ കയറി നോക്കിയപ്പോൾ ആ പൊന്നുമോളുടെ 6 വയസ്സുള്ള പൊന്നുമോളെ ബലാത്സംഗം ചെയ്തിട്ട് കൊന്ന് ചാക്കിൽ കെട്ടി പുറത്തുനിന്ന് വീടിന്റെ മുകളിൽ നിന്ന് മയ്യത്ത് കണ്ടെടുത്തു. കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് ആ പെൺകുട്ടിയെ പേരയ്ക്ക കൊടുക്കാമെന്ന് പറഞ്ഞ് കാണിച്ചു വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയായിരുന്നു എന്ന്. അതും മുസ്ലിമാണ്. അവിടെ നിങ്ങോട്ട് നമ്മൾ നോക്കിയാൽ നിരന്തരമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കള്ളനോട്ടടി കേസിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ, കള്ള് കച്ചവടത്തിന്റെ സ്പിരിറ്റ് കടത്തിന്റെ പേരിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ. എത്രയെത്ര കാര്യങ്ങളിൽ എത്രയെത്ര കുഴപ്പങ്ങളിലാണ് മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം നാമധാരികൾ പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഓരോരുത്തരും ഈ സമുദായത്തിലെ ഓരോ മഹല്ലുകളിൽപ്പെട്ട അംഗങ്ങളാണ്. നമ്മൾ പറഞ്ഞാലാണ് മുസ്ലിം വിരോധമാകുക. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു നഗ്ന സത്യമാണ്. അംഗീകരിക്കാൻ കഴിഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി. എത്രയോ ദീർഘദൃഷ്ടിയോടുകൂടി മനുഷ്യൻ ആ കാലത്ത് പറഞ്ഞു വെച്ചു. ലഹരിയാണെങ്കിലും കള്ളക്കടത്താണെങ്കിലും മലദ്വാർ ഗോൾഡ് ആണെങ്കിലും കരിപ്പൂരിൽ പിടിക്കപ്പെടുന്ന ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡിനും ഒക്കെ ആരാണ് പ്രതികൾ? ഇപ്പോ മയക്കുമരുന്ന് വേട്ട പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് പിടിക്കപ്പെട്ടത്? അത്രയും. അത് തന്നെയേ KT ജലീലും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ KT ജലീൽ പറഞ്ഞപ്പോഴേക്ക് KT ജലീലിനെ എല്ലാരും കൂടി പൊതിഞ്ഞു. എന്ത് കാര്യത്തിന്? KT ജലീൽ പറഞ്ഞതൊരു സത്യം മാത്രമാണ്. മദ്രസകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കാരം വെച്ചിട്ട് ഒരിക്കലും സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരു നവീകരണ പ്രവർത്തനത്തിന് സാക്ഷിയാകാമെന്ന് ധരിക്കരുത്. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന്
അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാം. ഞാൻ 10-12 വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു. എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ചു പറയാൻ സാധിക്കും, അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ? ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ. പക്ഷെ അവരാണോ? ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി, അമറുള്ളവരായി കോളേജുകളിൽ, സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത്? എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ വേണ്ട വിധം നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരും, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തും. അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും. അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. വെള്ളിയാഴ്ച ഖുതുബകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക, പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക. അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചെറുപ്പക്കാർക്ക്, ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ആരെ വിശ്വസിക്കും അവർ? കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. വയല് എന്നൊന്നും പറയുന്നതിനോട് ആളുകൾക്ക് ഒരു മതിപ്പുമില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് വയല് പറയാൻ വേണ്ടി പ്രതിഫലം വാങ്ങുന്നത്. അങ്ങനെ പ്രതിഫലം വാങ്ങി ചെയ്യുന്നത്, അങ്ങനെ വന്ന് പറയുന്നത് എന്തുവാ? വഷളത്തരങ്ങൾ ആണ് വയല് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അവർ പറയുന്നതിന് പുല്ലുവില പോലും കൽപ്പിക്കില്ല, പുല്ലുവില. അപ്പോ എല്ലാ വിഭാഗം ആളുകളും, ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ എങ്ങനെയൊക്കെ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുമോ അത്രയും അകന്നു നിൽക്കുക. പൂർണ്ണമായിട്ട് അകന്നു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മറ്റു ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തെറ്റിൽ നിന്ന് നമ്മൾ അകന്നു നിന്നേ പറ്റൂ. അത് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കണം, വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കണം. മദ്രസാ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രസാ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിന്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ വെറുതെ ചോദിച്ചു, വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. പരമ്പരാഗതമായിട്ടുള്ള മദ്രസാ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയാണ്. അപ്പൊ അതിന്റെ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ? സിലബസിൽ വല്ല മാറ്റങ്ങളും വരുത്തണോ? ഇക്കാര്യങ്ങളൊക്കെ വിസ്ഡം പോലെയുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട്, കാരണം ഇതൊരു സ്വയം വിമർശനത്തിന്റെ സദസ്സാണ് എന്ന് ഞാൻ കരുതുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞു പോകാനുള്ളതല്ല എന്ന് കരുതുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകന്മാരായിട്ടുള്ള വിസ്ഡം കണ്ടോ, ഈ സമൂഹത്തെ നവീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഈ സമുദായം സംസ്കാര സമ്പന്നരാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അക്രമരാഹിത്യത്തിൽ മത്സരിക്കണം ഈ സമുദായം എന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾ, അത് മറ്റുള്ളവർക്ക് അടിക്കാനുള്ള വടിയാകുമോ എന്തോ അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അതാണ് നിർഭയം ഈ 2 പ്രഭാഷണങ്ങളിലും നമ്മൾ കണ്ടത്. നന്ദി.